ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ 2.4 using the data from the following position time graph related to the motion of a car. ഒരു കാറിന്റെ മോഷൻ കൊടുത്തിട്ടുണ്ട്. ആ മോഷന്റെ ടൈം ആൻഡ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. കാർ മൂവ് ചെയ്യുന്നതിന്റെ ടൈമും പൊസിഷനും കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യണം. എന്ത് വെച്ചിട്ട്? ഈ ഗ്രാഫ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നമുക്കിത് ചെയ്യാം? 0 സെക്കൻഡില് 0 മീറ്റർ ആണ്, അത് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി 2 സെക്കൻഡില് 10 മീറ്റർ ആണ്, അത് നമുക്ക് തന്നു. ഇനി 20 മീറ്റർ ആണ്. ഈ 20 മീറ്റർ ഏത് സെക്കൻഡിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പൊസിഷനിലാണ് എന്ത് വന്നത്? 20 വന്നത് അല്ലെ. പൊസിഷനിൽ 20 തന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക, പൊസിഷനിൽ 20 എവിടെയാണ്? ഇതാണ് പൊസിഷനിൽ 20 അല്ലെ. ഈ 20യുടെ നേരെ നമ്മൾ ഈ ഗ്രാഫിലേക്ക് ഒരു ലൈന് വരച്ചു വെക്കാം. 20യുടെ നേരെ നമ്മൾ വരച്ചു വെക്കാം. അപ്പൊ ഗ്രാഫിൽ എവിടെയാണ്? അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി ഈ 20 മീറ്റർ എത്ര സെക്കൻഡിലാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 20 മീറ്റർ പോയത് എത്ര സെക്കൻഡിലാണ്? അപ്പൊ സെക്കൻഡ് എവിടെയുള്ളത്? ഇവിടെ. അപ്പൊ അവിടേക്ക് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് വരച്ചു നോക്കിയാൽ നമുക്ക് എത്ര കിട്ടി? 4. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? 4 സെക്കൻഡ് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 6 ആണ്. 6 സെക്കൻഡ് തന്നിട്ടുണ്ട്. 6 സെക്കൻഡില് എവിടെയാണ് കാറിന്റെ പൊസിഷൻ എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ 6 സെക്കൻഡ് എക്സ് ആക്സിസിലാണ് അല്ലെ ടൈം. അപ്പൊ 6ന്റെ നേരെ നമ്മൾ ഈ ഗ്രാഫിലേക്ക് ഒരു ലൈന് ജോയിൻ ചെയ്ത് വരച്ച് നോക്കാം. അവിടെ ഒരു പോയിന്റ് കിട്ടിയല്ലോ. ഇനി ഈ പോയിന്റിൽ നിന്നും നമുക്ക് കാണേണ്ടത് ഏതാണ്? പൊസിഷൻ ആണ്. അപ്പൊ പൊസിഷനിലേക്ക് വരയ്ക്കാം. എത്ര കിട്ടി? 30. അപ്പൊ 6 സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? 30 മീറ്ററിന് കിട്ടി. ദെൻ അടുത്തതും എന്താണ്? 8 സെക്കൻഡ് ആണ്. ടൈം തന്നെയാണ് തന്നത് അല്ലെ. അപ്പൊ ടൈം ഒന്ന് നമ്മൾ നേരെ ഈ ഗ്രാഫിലേക്ക് ഡോട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 40. അടുത്ത രണ്ടും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഏതാണ്? അത് എത്ര സെക്കൻഡില് എത്ര മീറ്ററിന് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ ഉള്ളത് 10 ആണ്. അപ്പൊ 10ലേക്ക് നമ്മൾ ഇവിടുന്ന് വരയ്ക്കാം. ഇവിടുന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 10 സെക്കൻഡിൽ 50 മീറ്റർ കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനെ അത് ചെയ്യാം കേട്ടോ. ആദ്യം സ്വന്തം ചെയ്ത് നോക്കാം, എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ നോക്കിയിട്ട് പഠിച്ചിട്ട് ചെയ്യാം. നമ്മൾ ടൈം പൊസിഷൻ ഗ്രാഫ് നമ്മൾ വരച്ചു അല്ലേ. അപ്പോൾ ടെക്സ്റ്റിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ഗ്രാഫ് തന്നെ സ്കെയിലിൽ വ്യത്യാസം വരുത്തിയിട്ട് വരയ്ക്കാനാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ 1 സെന്റിമീറ്ററിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 2 ആയിരുന്നു അല്ലേ. 2, 4, 6 എന്നായിരുന്നു എടുത്തിട്ടുള്ളത്. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ആയിട്ടാണ് നമ്മൾ എടുത്തത്. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആയിട്ടാണ് നമ്മൾ നേരത്തെ എടുത്തത്. അതായത് നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞു വരകൾ കാണാം. അപ്പൊ ഇവിടെ 1, ഇവിടെ 2. ഈ രണ്ടാമത്തേലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2 സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ 2, 4, 6 ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ അത് 1 സെന്റിമീറ്റർ, അതായത് ഈ ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ പോയിട്ട് ഇവിടെ 5 വരും. 6, 7, 8, 9, 10. അതായത് ഇത് 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ നമ്മൾ എത്രയാക്കി എടുത്തു? 2 മീറ്റർ ആക്കി എടുത്തു. ഇതും എന്താണ്? 1 സെന്റിമീറ്റർ ആണ്. ഈ 1 സെന്റിമീറ്റർ നമ്മൾ എത്ര ആക്കി എടുത്തു? വീണ്ടും 2 ആക്കി എടുത്തു. അതായത് ഈ ഒരു ഡിഫറൻസ് എത്രയായിരുന്നു? 2 ആയിരുന്നു. ഇനി നമ്മളോട് പറഞ്ഞത് സ്കെയില് മാറ്റുക. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ആക്കി എടുക്കുക. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. സോറി, ഇവിടെ സെക്കൻഡ് ആണ്, മീറ്റർ എന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ 1 സെക്കൻഡ് എന്നുള്ളത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആക്കി എടുക്കുക. അപ്പൊ നമുക്ക് 2 പകരം ഇവിടെ എന്ത് കൊടുക്കുക? 1 തന്നെ. 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ 10 എണ്ണം വേണം. കാരണം എന്താണ്? 10 വരെ ഉണ്ട്. പക്ഷെ 1 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ എന്താക്കി എടുക്കാൻ പാടുള്ളൂ? 1 സെക്കൻഡ് ആക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. 1 സെന്റിമീറ്ററിനെ 1 സെക്കൻഡ് ആക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ സ്കെയില് രേഖപ്പെടുത്തണം. Then y axis നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 cm is equal to 5 meter എന്നാണ്.
1 സെന്റിമീറ്ററിനെ 5 എന്നാണ് നമ്മളോട് പറഞ്ഞത്, 5 മീറ്റർ. നേരത്തെ എന്തായിരുന്നു ഇത്? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു നമ്മൾ എടുത്തത്. ഇത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു എടുത്തത്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞത് 5 ആക്കി എടുക്കാനാണ്. അപ്പൊ 5 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. 5, 10, 15, 20, 25, 30, 35, 40, 45, 50. 50 വരെ മതി അല്ലേ? 50 ആണ് നമ്മുടെ ഏറ്റവും ഹൈയസ്റ്റ് നമ്പർ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഗ്രാഫ് എടുത്ത് അളവൊക്കെ എടുത്ത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഇനി 0, 0 ഇവിടെ. പിന്നെ വരുന്നത് 2, 10. ഇത് ഇതിനെന്തില്ല, ചേഞ്ച് ഇല്ല, പക്ഷെ സ്കെയിൽ മാത്രമാണ് ചേഞ്ച് ചെയ്തത്. അപ്പൊ നമ്മുടെ ഗ്രാഫിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ നമുക്ക് നോക്കാം. 2 ആവുമ്പോ എന്താണ്? 10. 2 ആവുമ്പോ 10. 4 ആവുമ്പോ 20. 4 ആവുമ്പോ 20. Then 6 ആവുമ്പോ 30. 7 ഇല്ല. 8 ആവുമ്പോ എന്താണ്? 8 ആവുമ്പോ 40. Then 10 ആവുമ്പോ എന്താണ്? 50. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എന്തിനാണ് കിട്ടുന്നത്? നമുക്ക് എന്താ കിട്ടുക? സ്ട്രേറ്റ് ലൈൻ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഈ പോയിന്റുകൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്ട്രേറ്റ് ലൈൻ തന്നെയാണ്. അപ്പൊ അതായത് ഇവിടുന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? സ്കെയിലുള്ള വ്യത്യാസം, സ്കെയിലിൽ നമ്മൾ വ്യത്യാസം വരുത്തിയാലും ഗ്രാഫിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ എന്താണ് മാറ്റം വരുന്നുള്ളൂ? സ്കെയിൽ ഒന്ന് വലുതാക്കുമ്പോൾ സ്കെയിലിന്റെ ഇതിപ്പം 2 എന്നുള്ള നമ്മൾ എന്ത് ചെയ്തു? 1 ആക്കി. നേരത്തെ 2 ആയിരുന്നു, അത് 1 ആക്കി. അപ്പൊ 2 1 ആക്കുക എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യല, കുറയ്ക്കുക. അപ്പൊ 2 എന്നുള്ള സ്കെയില് 1 ആക്കിയപ്പം സ്കെയില് നമ്മൾ കുറച്ചു. സ്കെയില് നമ്മൾ കുറച്ചപ്പം ഗ്രാഫിന്റെ സൈസ് എന്തായി? വലുതായി. ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, സ്കെയില് നമ്മൾ കുറയ്ക്കുമ്പോൾ ഗ്രാഫിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഇനി സ്കെയില് നമ്മൾ കൂട്ടുന്ന സമയത്ത് 1 സെന്റിമീറ്റർ = 2 ഒക്കെ ആക്കുമ്പോൾ സ്കെയില് കുറയും. സ്കെയില് കുറയുമ്പോൾ ഗ്രാഫിന്റെ വലിപ്പം, സ്കെയില് കൂടും. അപ്പൊ ഗ്രാഫിന്റെ വലിപ്പം എന്താവും? കുറയും. അപ്പൊ നേരെ എന്താണ്? ഓപ്പോസിറ്റ് റിലേഷൻ ആണ്. സ്കെയിലിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിന്റെ വലിപ്പം കുറയുന്നു. സ്കെയിലിന്റെ അളവ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിന്റെ വലിപ്പം എന്താവുന്നു? കൂടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? വി യൂസ് സ്കെയിൽസ് വൈൽ ഡ്രോയിങ് എ ഗ്രാഫ്. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? സ്കെയിൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സ്കെയിൽസ് യൂസ് ചെയ്യാറുണ്ട്. ആ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ടു കണ്ടെയ്ൻ ദ ഗിവൺ മെഷർമെന്റ് ഓൺ എ ഗ്രാഫ് പേപ്പർ. അപ്പൊ ഗിവൺ മെഷർമെന്റ് നമുക്ക് എന്താണോ തന്ന മെഷർമെന്റിനെ നമ്മൾ ഗ്രാഫ് പേപ്പറിലേക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? സ്കെയിൽ ആവശ്യമാണ്. അപ്പൊ നമുക്ക് 2 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസിനെ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? സ്കെയിൽസ് വേണം. അപ്പൊ ആ ഗിവൺ മെഷർമെന്റിനെ ഗ്രാഫിലേക്ക് വരയ്ക്കാൻ നമുക്ക് സ്കെയിൽ ആവശ്യമാണ്. The size of the graph decreases as we increase the scale. സ്കെയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അതായത് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് എന്താവുന്നു? ഡിക്രീസ് ആവുന്നു. ഇത് ഓർത്താൽ മതി. സ്കെയില് ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യും. ഇനി എന്താണ്? നമ്മൾ സ്കെയിൽ എന്ത് ചെയ്യാണ്? സ്കെയില് ഡിക്രീസ് ചെയ്താൽ സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് the size of the graph decreases. ഗ്രാഫിന്റെ സൈസ് ഡിക്രീസ് ആവുന്നു. എപ്പോ? ഗ്രാഫിന്റെ സൈസ് ഡിക്രീസ് ആവുമ്പോഴാണ് സ്കെയിലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. സ്കെയിലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിന്റെ സൈസ് ഡിക്രീസ് ആവുന്നു. ഇനി ഗ്രാഫിന്റെ സൈസ് എപ്പോഴാണ് ഇൻക്രീസ് ആവുക? സ്കെയില് ഡിക്രീസ് ചെയ്യുമ്പോൾ. അതായത് നമ്മൾ 2 ഗ്രാഫ് നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? 1 സെന്റിമീറ്റർ = 2 സെക്കൻഡും 1 സെന്റിമീറ്റർ = 1 സെക്കൻഡും വെച്ച് 2 ഗ്രാഫ് വരച്ചു അല്ലേ? അപ്പൊ ഈ 1 സെന്റിമീറ്റർ = 2 സെക്കൻഡ് വരുന്ന സമയത്ത് ഗ്രാഫിന്റെ സൈസ് എന്താവാ ചെയ്തത്? സൈസ് ഓഫ് ദി ഗ്രാഫ് എന്ത് ചെയ്തു? സൈസ് ഓഫ് ദി ഗ്രാഫ് ഡിക്രീസ്, ചെറുതായി അല്ലേ? ഗ്രാഫിന്റെ സൈസ് ചെറുതായി. 1 സെന്റിമീറ്റർ നമ്മൾ 2 സെക്കൻഡ് എടുത്തപ്പോൾ ഗ്രാഫ് ചെറുതായി. ഇനി 1 സെന്റിമീറ്റർ = 5 സെക്കൻഡ് എടുത്താൽ ഗ്രാഫ് എന്ത് ചെയ്തു? വീണ്ടും ചെറുതാകും.
ഇനി 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ് എടുത്താലോ ഗ്രാഫ് വീണ്ടും വീണ്ടും ചെറുതായി വരും. അപ്പൊ അതായത് നമ്മൾ ഈ സ്കെയിലിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിന്റെ സൈസ് ഡിക്രീസ് ആവും. ഇനി ഇൻ കേസ് നമ്മൾ ഇത് ചെറുതാക്കാണ്, 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആവുന്ന സമയത്ത് ഗ്രാഫിന്റെ സൈസ് എന്താവുക ചെയ്യാം, ഗ്രാഫിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ഗ്രാഫ് സൈസ് എന്താവുക, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇൻക്രീസ് ചെയ്യും, മാറിപ്പോവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ ഓർത്താൽ മതി. സ്കെയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും, സ്കെയിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്നത് മോഷൻ ഓഫ് എ കാർ ആണ്. ഒരു കാറിന്റെ മോഷന്റെ പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കാർ മൂവ് ചെയ്യുന്നതിന്റെ പിക്ചർ ആണ്. എങ്ങനെയായിരുന്നു ആ കാർ മൂവ് ചെയ്തത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എ ബി സി ഡി ഇ എഫ് ഇത്രയും പോയിന്റ്സുകൾ എത്തുന്ന സമയത്ത്, എയിലെത്തുമ്പോൾ, ബിയിലെത്തുമ്പോൾ, സിയിലെത്തുമ്പോൾ, ഈ പോയിന്റുകളിലൊക്കെ എത്തുമ്പോൾ കാറിന്റെ എത്ര സെക്കൻഡ് കൊണ്ടാണ് എത്തിയത്, എത്ര മീറ്ററിൽ എത്തി എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാം അല്ലെ. 0 സെക്കൻഡില് 0 മീറ്റർ ആണ് പോയത് എന്ന് പറഞ്ഞാൽ ഇവിടെ കാർ എന്ത് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. കാർ ഇവിടെ സ്ഥിരമായി നിൽക്കാണ്, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ സ്പീഡും അല്ലെങ്കിൽ അത് സമയം എത്രയാണ്, 0 ആണ്. ഇനി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് 5 മീറ്റർ സഞ്ചരിച്ചു. Then after 4 seconds 20 meter, 6 seconds 26 meter, 8 സെക്കൻഡിലോ 44 മീറ്റർ ആൻഡ് 10 സെക്കൻഡില് 50 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അപ്പം ഇവിടെ ഇതിനെ നമ്മൾ ഒരു ടേബിളിലേക്ക് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാം, ടൈം, ദെൻ പിന്നെ എന്താണ് പൊസിഷൻ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെയും ഇത് നമുക്കൊരു ടേബിൾ ആക്കി മാറ്റാം. ഇപ്പൊ ടൈം 0 സെക്കൻഡിൽ എത്രയാണ്, ടൈമിന്റെ കൂടെ നമ്മൾ എസ് എന്നും കൂടെ ചേർക്കുക, പൊസിഷന്റെ മീറ്റർ. ഇനി 0 സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്, 0 മീറ്റർ. ആൻഡ് 2 സെക്കൻഡില് 5 മീറ്റർ, 4 സെക്കൻഡിൽ 20 മീറ്റർ ആൻഡ് 6 സെക്കൻഡിൽ 26, 8 സെക്കൻഡിൽ 44 ആൻഡ് 10 സെക്കൻഡിൽ 50 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മുടെ ടൈം ആൻഡ് പൊസിഷൻ ടേബിൾ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ പഠിച്ചത് എങ്ങനെയാണ്, ഈ ഒരു ഡിഫറൻസും എന്താണ്, സെയിം ഇതിലാണ് പോകുന്നത്. അതായത് 0, 2, 4, 6, 8, 10 ഇത് ഇങ്ങനെ തന്നെയായിരുന്നു. 5, 10, 20, 30 അങ്ങനെ. അതായത് നേരത്തെ എങ്ങനെയായിരുന്നു, 0 സെക്കൻഡ് ആകുമ്പോൾ 0, 2 സെക്കൻഡ് ആകുമ്പോൾ 10, 4 സെക്കൻഡ് ആകുമ്പോൾ 20, 6 സെക്കൻഡ് ആകുമ്പോൾ 30, 8 സെക്കൻഡ് ആകുമ്പോൾ 40, 10 സെക്കൻഡ് ആകുമ്പോൾ 50. ഇങ്ങനെയായിരുന്നു നേരത്തെ നമ്മളെ എന്താ ടൈം പൊസിഷനും കാണിച്ചത്. അതായത് ഈ ഒരു ഡിഫറൻസ് ഇത് എത്രയാണ്, 10 ഇത് എന്തായിരുന്നു, സെയിം ആയിരുന്നു. ഈ ഡിഫറൻസ് എന്തായിരുന്നു, നേരത്തെ ഗ്രാഫിൽ സെയിം ആയിരുന്നു. ഈ ഡിഫറൻസും എന്താണ്, സെയിം ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്, ഈ ഒരു ഡിഫറൻസ് എത്രയാണ്, 5 മീറ്റർ ആണ്. എന്നാൽ ഇവിടുത്തെ ഡിഫറൻസ് 15 മീറ്റർ ആണ്. ഇവിടുത്തത് 6ഉം അതുപോലെ ഇവിടെയും എന്താണ്, സൈസ് എന്തല്ല, സെയിം അല്ല. ഇത് 5 ആണ്, ഇത് 15 ആണ്, ഇത് 6 ആണ്. അപ്പൊ ഈ നമ്പർ, അതായത് ഡിഫറൻസ് എന്തല്ല, ഇവ തമ്മിലുള്ള ഡിഫറൻസ് സെയിം അല്ല. അപ്പൊ ഇതിനെ നമുക്കൊരു ഗ്രാഫിലേക്ക് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിനെ നമ്മളൊരു ഗ്രാഫിലേക്ക് വരച്ച് നോക്കാം, നമുക്ക് എങ്ങനെയാ ഗ്രാഫ് കിട്ടുക നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 0 സെക്കൻഡില് 0 മീറ്റർ ആണ്. അപ്പൊ അവിടെയാണ് ഫസ്റ്റ് പോയിന്റ് വരിക. പിന്നെ 2 സെക്കൻഡിൽ എത്രയാണ്, 5 ആണ്. 2 സെക്കൻഡില് 5, 2ന്റെ നേരെ 5ന്റെ നേരെ ഇവിടെ. പിന്നെ 4 സെക്കൻഡില് 20 ആണ് വന്നത് അല്ലെ. 4 സെക്കൻഡില് 20 ഇവിടെ വന്നു. ദെൻ 6 സെക്കൻഡില് 26 എന്ന് പറഞ്ഞാൽ 25ന്റെ തൊട്ട് മുകളിൽ ഇവിടെ വരും. ദെൻ 8 സെക്കൻഡിൽ എത്രയാണ്, 44 എന്ന് പറഞ്ഞാൽ ഇങ്ങെത്തി അല്ലെ, ഇവിടെ. ദെൻ 10 സെക്കൻഡില് 50. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെയൊക്കെ ജോയിൻ ചെയ്യണം അല്ലെ. ജോയിൻ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ വന്നു, ഇങ്ങനെ. അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെയാ വന്നത്, നേരത്തെ പോലെയാണോ? നേരത്തെ നമ്മളെ എല്ലാ ഗ്രാഫുകളും വരച്ചപ്പോ
നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫുകളൊക്കെ എങ്ങനെയായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു അല്ലെ, ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. എന്നാൽ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ദിസ് ഇസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇത് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആവാതിരിക്കാനുള്ള റീസൺ എന്താണ്? ഇവിടെ പൊസിഷൻ എന്തല്ല, പൊസിഷൻ സെയിം അല്ല, ഒരു പൊസിഷന്റെ ഇന്റർവെൽ അല്ലെങ്കിൽ പൊസിഷന്റെ ഡിഫറൻസ് എന്തല്ല, സെയിം അല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഗ്രാഫ് എന്തായത്? സ്ട്രെയിറ്റ് ലൈൻ അല്ലാതായത്. അപ്പൊ അതിന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഏത് ഒബ്ജക്റ്റ് ആയാലും പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മീൻസ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു വസ്തു. നമ്മൾ എക്സാമ്പിളിൽ കാറാണ് അല്ലെങ്കിൽ സ്റ്റോൺ ആണ്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ്, ആ ഒരു സാധനത്തിന്റെ, ആ ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്പീഡ് എങ്ങനെയായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. ഒരേപോലെയാണ് സ്പീഡ് കൂടുന്നത്. സ്പീഡ് ഒരേ രീതിയിൽ കൂടുകയാണെങ്കിൽ ആ പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഇൻ കേസ് അത് എന്തായില്ലെങ്കിൽ നോൺ യൂണിഫോം ആണ്, അതിന്റെ സ്പീഡ് എന്തല്ല? യൂണിഫോം അല്ല, മീൻസ് സെയിം സ്പീഡ് അല്ല, എല്ലായിടത്തും ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഡാണ്. നമ്മളിപ്പോ ചെയ്ത എക്സാമ്പിളില് കാർ മൂവ് ചെയ്യുന്നത് എന്താണ്? സെയിം സ്പീഡിലല്ല. സോ therefore the graph is not a straight line. അപ്പൊ ഗ്രാഫ് എന്താവില്ല? സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. അപ്പൊ നോൺ യൂണിഫോം ആണ് സ്പീഡ് എങ്കിൽ ഗ്രാഫ് ഒരിക്കലും എന്താവില്ല? സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. അതുപോലെ യൂണിഫോം സ്പീഡ് ആണെങ്കിൽ ആ ഗ്രാഫ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പം നമ്മൾ ഗ്രാഫ് വരച്ചു അല്ലേ? ഇനി ഈ ഗ്രാഫ് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ചോദിക്കുന്നുണ്ട്. പേജ് നമ്പർ 35 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതുന്നില്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂസിങ് ദി ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ഇൻ 3 സെക്കൻഡ്. ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് 3 സെക്കൻഡിൽ കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കാർ സഞ്ചരിച്ച ദൂരം, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന്. അപ്പൊ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കാം, 3 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാർ 3 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണാൻ നമ്മൾ ഇവിടുന്ന്, ഇതാണ് 3 സെക്കൻഡില്, 2ന്റെയും 4ന്റെയും ഇടയിലാണ് 3 വരെ. അപ്പൊ 3 സെക്കൻഡിന്റെ നേരെ നമ്മൾ ഗ്രാഫിലേക്ക് വരച്ചു നോക്കുക. നമ്മൾ ഗ്രാഫിലേക്ക് വരച്ചു നോക്കിയാൽ എവിടെയാണ് കിട്ടുന്നത്? ഇവിടെ. അത് നമ്മൾ y ആക്സിസിലേക്ക് വരച്ചു നോക്കുക. അപ്പൊ 3 സെക്കൻഡിൽ ഏകദേശം എത്രയാണ്? 8 or 9 ആണ്. നിങ്ങൾ ശരിക്കുള്ള ഗ്രാഫ് പേപ്പറിൽ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. 3 സെക്കൻഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, കാറിന് ഉണ്ടാവുന്ന ആ കാർ എത്ര ദൂരം പോയി എന്നുള്ളതാണ് നമ്മൾ ഇവിടേക്ക് കാണാൻ പറ്റുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 45 മീറ്റർ. 45 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുത്തു? 45 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുത്തു എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിവിടെ 45 മീറ്റർ ആണ് നമുക്ക് തന്നെ. അപ്പൊ അവിടുന്ന് നമ്മൾ ഗ്രാഫിലേക്ക് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? വരച്ച് നോക്കുക. സ്കെയിൽ വെച്ച് വരച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക? നേരെ വളഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, നേരെ താഴോട്ട് വരച്ച് നോക്കുക. ഓക്കെ, നേരെ നിങ്ങൾ താഴോട്ട് വരച്ച് നോക്കിയാൽ എവിടെയാ വരിക? അത് വളഞ്ഞു പോയതുകൊണ്ടാണ്. ഒന്നെങ്കിൽ 9 സെക്കൻഡ് അല്ലെ, 9 പോയിന്റ് സംതിങ് ആയിരിക്കും വരിക. ശരിക്കുള്ള ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾ വരച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് 45 മീറ്റർ കാറിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായപ്പോൾ കാറ് സഞ്ചരിച്ചത് എത്ര സെക്കൻഡ് കൊണ്ടാണ് എന്ന് നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വരച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. പേജിലല്ല വരയ്ക്കേണ്ടത്, ഗ്രാഫ് പേപ്പർ വാങ്ങുക, എന്നിട്ട് അതിൽ തന്നെ വരച്ച് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രാഫ് പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് എന്ത് ചെയ്യുക? സെന്റിമീറ്റർ ഒക്കെ അളന്നിട്ട് രേഖപ്പെടുത്തിയിട്ട് വരച്ച് നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെയും 1 സെന്റിമീറ്ററിൽ 5 കൊടുക്കുക, ഇവിടെ 1 സെന്റിമീറ്ററിൽ 2 കൊടുക്കുക. ഈ സെന്റിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് ചേഞ്ച് ചെയ്താൽ നമ്മുടെ ഗ്രാഫ് ഒന്നായിട്ട് ചേഞ്ച് ആയിപ്പോ. അപ്പൊ ഈ സെയിം മെഷർമെന്റ് തന്നെ നിങ്ങൾ സ്കെയിലിൽ എടുത്തിട്ട് വരയ്ക്കുക.